ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡ് അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക, താല്പര്യമുണ്ടെങ്കിൽ മാത്രം. മുംബൈ ഇന്ത്യൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ IPL മെഗാ ഓപ്ഷന് മുന്നോടിയായിട്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, കാരണം IPL റിട്ടനേഷൻ ലിസ്റ്റ് കൊണ്ട് തന്നെയാണ്. IPL റിട്ടനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിട്ടനേഷൻ ലിസ്റ്റ് തന്നെയാണ് മുംബൈ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും അതിനുശേഷം രോഹിത് ശർമ്മ ടീം വിട്ട് പോകും ഈ സീസണിൽ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഞെട്ടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കോറായിട്ടുള്ള ഇന്ത്യൻ ടീമിനെ തന്നെ മുംബൈക്ക് നിലനിർത്താനായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതും പേഴ്സൺ നല്ല രീതിയിൽ പൈസ ബാക്കി വെച്ചു. അതിൻ്റെ പ്രതിഫലനം എന്നോണം IPL മെഗാ ഓപ്ഷനിൽ മാനേജ്മെന്റ് കിടിലനായിട്ട് പൈസ കൊടുത്ത് നല്ല ബൈസ് നടത്താനും സാധിച്ചു. എന്തായാലും കോറായിട്ടുള്ളൊരു ഇന്ത്യൻ ടീമും അതിനൊത്ത ഫോറിൻ പ്ലേയേഴ്സും ഉള്ളൊരു ടീം തന്നെയാണ് മുംബൈ. നല്ല സ്ട്രോങ് ആയിട്ടൊരു ലൈനപ്പ് തന്നെ ഇത്തവണ വരാൻ പോകുന്ന IPL മുംബൈക്ക് ഇറക്കാൻ സാധിക്കും. എന്തായാലും വരാൻ പോകുന്ന IPL മുംബൈയുടെ സ്ക്വാഡ് നമുക്കൊന്ന് നോക്കാം. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, റോബിൻ മിൻസ് എന്ന വിക്കറ്റ് കീപ്പർ. കഴിഞ്ഞ തവണയും മുംബൈ ആൾക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്തവണ റോബിൻ മിൻസിനെ മുംബൈ ചൂണ്ടി. നല്ല കാലിബർ ഉള്ള പ്ലെയറാണ്. റയാൻ റിക്കിൾട്ടൺ, വിൽ ജാക്സിന്റെ ബൈ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ബൈ തന്നെയായിരുന്നു. RCB വിൽ ജാക്സിന് വേണ്ടി എന്ത് വില കൊടുത്തും പോകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഏറെ ശ്രദ്ധ നേടിയ ഒരു ഓപ്ഷൻ സംഭവം കൂടായിരുന്നു വിൽ ജാക്സിൻ്റെത്. അപ്പോൾ വിൽ ജാക്സ് എന്തായാലും മുംബൈ സ്വന്തമാക്കി, അതും വളരെ കുറഞ്ഞൊരു പൈസയ്ക്ക്. ശ്രീജിത്ത് കൃഷ്ണൻ, ബെവാൻ ജോൺ ജേക്കബ്സ് ആൻഡ് തിലക് വർമ്മ. ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമാൻഡിർ, കരൺ ശർമ്മ, മിച്ചൽ സാൻഡർ, രജനീകാന്ത് ബാവ, അർജുൻ ടെണ്ടുൽക്കർ, വിഘ്നേഷ് പുത്തൂർ ആൻഡ് ഹാർദിക് പാണ്ഡ്യ. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻ ബോൾട്ട്, ദീപക് ചഹർ, അല്ല ഗസൻഫാർ, അശ്വിനി കുമാർ, റീസ് ടോപ്ലി, വെങ്കടേശ്വർ സത്യനാരായണ പിംസ, ലിസാർഡ് വില്യംസ്, ജസ്പ്രീത് ബുംറ. ഇനി നമ്മൾ മുംബൈയുടെ ആ ഒരു ലൈനപ്പ് എങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ മുംബൈയുടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ എല്ലാ സൈഡിലും സ്ട്രോങ് ആണ് ഇത്തവണ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മുംബൈക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു നല്ല സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്നുള്ളത്. അല്ല ഗസൻഫാറിനെയും കരൺ ശർമ്മയും സ്വന്തമാക്കിയോടുകൂടി തന്നെ അവിടെ മുംബൈ ആ സ്പിൻ സൈഡിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. കരൺ ശർമ്മയേക്കാൾ ഒരുപടി മുകളിലാണ് അല്ല ഗസൻഫാർ എന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഏറെ ശ്രദ്ധ നേടിയ സ്പിന്നർ തന്നെയാണ്. വളരെ ട്രിക്കി ആയിട്ടൊരു ആക്ഷനും അതോടൊപ്പം തന്നെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റിയും അധികം ഹിറ്റ് പോകാൻ സാധിക്കാത്ത ഒരു ബോളറും കൂടിയാണ് അല്ല ഗസൻഫാർ. കരൺ ശർമ്മയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കരൺ ശർമ്മ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. പിന്നെ ബാറ്റിംഗിൽ ഒരു അഡീഷണൽ സ്ട്രെങ്ത് കരൺ ശർമ്മയിലൂടെ നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. എക്സ്പെൻസീവ് ആണെങ്കിലും കരൺ ശർമ്മ 1-2-3 വിക്കറ്റ്സ് എടുക്കാറുള്ള ഒരു താരമാണ്. എന്തായാലും സ്പിൻ സൈഡിലെ പ്രോബ്ലംസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ഈ ഒരു മെഗാ ഓപ്ഷനോടെ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ബാറ്ററി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ ടീം എന്ന് തന്നെ നമ്മൾ പറഞ്ഞു. കൂടെ ഓവർസീസ് പ്ലേയേഴ്സിന്റെ വരവ് കൂടെ ആയപ്പോൾ മുംബൈ ഒന്നുകൂടി സ്ട്രോങ് ആയി. രോഹിത് ശർമ്മ അതോടൊപ്പം തന്നെ റയാൻ റിക്കിൾട്ടൺ തന്നെയായിരിക്കും ഇത്തവണ മുംബൈയുടെ ഓപ്പണിംഗ് സൈഡിലേക്ക് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ഓരോ പ്ലെയർക്കും മികച്ച രീതിയിലുള്ള ബാക്കപ്പ് പ്ലെയേഴ്സും മുംബൈ ഇന്ത്യൻസിന്റെ കയ്യിലുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 ഡൗൺ പൊസിഷനിലേക്ക് സൂര്യകുമാർ യാദവും അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡർ ആണ് റയാൻ റിക്കിൾട്ടൺ ആണ് ഔട്ടാകുന്നെങ്കിൽ 1 ഡൗൺ പൊസിഷനിലേക്ക് തിലക് വർമ്മയ്ക്കും കയറി വരാം. അങ്ങനെ ടോപ്പ് 4 പൊസിഷൻസ് ഏകദേശം സെറ്റിൽഡ് ആണ്. നിക്സ് എന്ന് പറയുന്നത് വിൽ ജാക്സിന്റെ ആ ഒരു കാര്യമാണ്. വിൽ ജാക്സ് മികച്ച രീതിയിലുള്ള ഹിറ്ററാണ്. അഥവാ ഫോം ഔട്ട് ആണെങ്കിൽ ബെവാൻ ജോൺ ജേക്കബ്സ് എന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള ആ ഒരു താരത്തെയും അവർക്ക് ആ ഒരു പൊസിഷനിൽ പരീക്ഷിക്കാവുന്നതാണ്. 180 അടുത്താണ് ബെവാൻ ജോൺ ജേക്കബ്സിന്റെ T20 സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. വിൽ ജാക്സിൻ്റെതും ഒട്ടും മോശമല്ല. അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു താരമാണ്. ഇവിടുന്ന് തന്നെ നമുക്ക് ആ ഒരു ടോപ്പ് ബാറ്റേഴ്സിനെ, അതായത് ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ടോപ്പ് ബാറ്റേഴ്സിനെ തന്നെ പിക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾറൗണ്ടർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമാൻഡിർ, കരൺ ശർമ്മ, മിച്ചൽ സാൻഡർ, രജനീകാന്ത് ബാവ, അർജുൻ ടെണ്ടുൽക്കർ, വിഘ്നേഷ് പുത്തൂർ, ഹാർദിക് പാണ്ഡ്യ. ഇതിനകത്ത് ലെവലിൽ ഉണ്ടാവുന്ന ഷുവർ എന്നുള്ള ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന താരങ്ങളാണ് നമാൻഡിറും കരൺ ശർമ്മയും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും. അർജുൻ ടെണ്ടുൽക്കറിന്റെ കാര്യം സ്റ്റിൽ ആള് ആ ഒരു ലെവലിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മേ ബി ഈ ഒരു സീസണിലും ഒരു 1-2-3 മാച്ചസ് ചിലപ്പോൾ പുള്ളി കളിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓൾറൗണ്ടർ ലിസ്റ്റ് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയും അതോടൊപ്പം തന്നെ കരൺ ശർമ്മയും നമാൻഡിറും തന്നെയായിരിക്കും ഉൾക്കൊള്ളുക. ആൻഡ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആയിരിക്കും മിച്ചൽ സാൻഡറിന്റെ ലെവലിലേക്കുള്ള വരവ്. ലൈക്ക് ചെന്നൈ പോലുള്ള ട്രാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ മിച്ചൽ സാൻഡറിനെ ലെവലിലേക്ക് ഇറക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ വിഘ്നേഷ് പുത്തൂർ എന്ന മലയാളി താരത്തെ എല്ലാവരും അറിയുമെന്ന് വിചാരിക്കുന്നു. നിലവിൽ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതിന് കാരണം TNPL-ലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളിയാണെങ്കിലും ആൾ TNPL-ലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയത്, മുംബൈയിലേക്ക് പുള്ളിയെ വിളിച്ചെടുക്കുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കിടിലൊരു ബോളിംഗ് അറ്റാക്ക് കമ്പയർഡ് ടു എനി അതർ ടീംസ്. ഇവരുടെ ബോളിംഗ് അറ്റാക്ക് ടോപ്പ് ലെവലിൽ നിൽക്കും. കാരണം പവർ പ്ലേ എറിയാൻ ആളുണ്ട്, ഡെത്ത് ഓവർ എറിയാൻ ആളുണ്ട്. വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ബോളിംഗ് സൈഡ് തന്നെയാണ് ഇവർക്കുള്ളത്. ട്രെൻ ബോൾട്ട്, ദീപക് ചഹർ, ഈ 2 പേരുടെ കാര്യം പറയുമ്പോൾ ഇഞ്ചുറി പ്രശ്നങ്ങളില്ലെങ്കിൽ ദീപക് ചഹറിനെ പോലെ പവർ പ്ലേ എറിയാൻ പറ്റിയ ഒരു ബോളർ വേറെ ഇല്ല എന്ന് പറയാം. കൂടെ ട്രെൻ ബോൾട്ട് കൂടി വന്നു കഴിയുമ്പോഴേക്കും പിന്നെ പറയേണ്ട കാര്യമില്ല. പവർ പ്ലേയിൽ 2 പേരും കൂടെ
ഈ 2 പേരാണ് പവർ പ്ലേ IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത്. അത്രയും സ്ട്രോങ് ആയിട്ട് 2 പേരെ 11ലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ മുംബൈയെ സംബന്ധിച്ച് അത് എന്തുകൊണ്ടൊരു ബെനിഫിറ്റാണ്. ഇനി അഥവാ ദീപക് ചഹർ എക്സ്പെൻസീവ് ആയി പോയി കഴിഞ്ഞാൽ ആ ഒരു പവർ പ്ലേ തന്നെ ബോൾ ചെയ്യാൻ ബൂമറയ്ക്ക് ഒരു ഓവർ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഹർദിക് പാണ്ഡ്യയ്ക്ക് ഓവർ കൊടുക്കാം. ഇനി അല്ല ഗസൻഫാർ എന്ന സ്പിന്നർ 11ലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ബൂമറയ്ക്ക് പവർ പ്ലേയിൽ ഒരു ഓവറേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും 15 to 20 കണ്ടിന്യൂസ് ആയിട്ട് ബൂമറയ്ക്ക് എറിയാൻ സാധിക്കും. കൂടെ ഹർദിക് പാണ്ഡ്യ ഉണ്ടാവും. പിന്നെ അല്ല ഗസൻഫാർ എന്ന സ്പിന്നറിലേക്ക് വന്നു കഴിയുമ്പോൾ ഷുവർ 4 ഓവർ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്പിന്നർ തന്നെയാണ് അല്ല ഗസൻഫാർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആയിരിക്കും അല്ല ഗസൻഫാർ 11ലേക്ക് വരാൻ. ചിലപ്പോൾ കരൺ ശർമ്മ സാൻഡർ ചെപ്പോക്ക് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അല്ല ഗസൻഫാർ സാൻഡർ തന്നെ ഇറക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ പ്ലെയറിനെ പുറത്തിരുത്താനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അശ്വിനി കുമാർ റീസ്റ്റോപ്ലി ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റീസ്റ്റോപ്ലി ട്രെന്റ് ബോൾട്ടിന്റെ ഒരു ബാക്കപ്പ് പ്ലെയർ ആയിരിക്കും. വെങ്കടേഷ് സത്യാനന്ദ, അതോടൊപ്പം ലിസാർഡ് വില്യംസ്, പിന്നെ ജസ്പ്രീത് ബുംറ. ഇതാണ് ഇവരുടെ ആ ഒരു ബോളിംഗ് സൈഡ് എന്ന് പറയുന്നത്. എന്തായാലും സ്ട്രോങ് ആയിട്ടൊരു 11 തന്നെ മുംബൈക്ക് ബിൽഡ് ചെയ്യാം. ഞാനൊരു 11 വേണമെങ്കിൽ പറയാം. രോഹിത്, റിയാൻ റിക്കൽട്ടൺ ഓപ്പണിങ്, സൂര്യകുമാർ യാദവ് 1 ഡൗൺ, തിലക് വർമ്മ, ദെൻ വിൽ ജാക്സ് അല്ലെങ്കിൽ ബെമോൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദമാൻ ദിർ, അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ, ദീപക് ചഹർ, ഗസൻഫാർ, കരൺ ശർമ്മ, ബൂംറ, ബോൾട്ട്. ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7-8 പേര് വരെ ബാറ്റ് ചെയ്യുന്നതാണ്. ദീപക് ചഹറിന്റെ ബാറ്റിംഗ് എബിലിറ്റി നമുക്ക് അറിയാവുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് ദീപക് ചഹർ എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ മുംബൈ അങ്ങനെ നിസ്സാരക്കാരായി കാണേണ്ട കാര്യമില്ല. മുംബൈ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സൈഡ് തന്നെയാണ്. പിന്നെ റിട്ടേണേഷൻ ലിസ്റ്റിൽ ഏറ്റവും വലിയ ലോട്ടറി ആയിരുന്നു തിലക് വർമ്മ എന്ന് പറയുന്നത്. കറണ്ട് ഫോം എന്ന് പറയുന്നത് പീക്ക് ലെവലിലാണ്. പോരാത്തതിന് വളരെ കുറഞ്ഞൊരു പൈസയ്ക്ക്, നിലവിലെ പുള്ളിയുടെ ലെവലിനനുസരിച്ചുള്ളൊരു പൈസയ്ക്കല്ല പുള്ളിയെ ഉറപ്പായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. വളരെ കുറഞ്ഞൊരു പൈസയ്ക്ക് തന്നെയാണ് മുംബൈ നിലനിർത്താൻ സാധിക്കുന്നത്. അതിൻ്റെതായ പ്രതിഫലനം അവർക്ക് മെഗാ ഓപ്ഷനിൽ നല്ല രീതിയിൽ പൈസ വീശി എറിഞ്ഞ് പ്ലേസിനെ മേടിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ എക്സ്പെൻസീവ് ബൈകളൊന്നും മുംബൈ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നിസ്സാര പൈസ കൊണ്ട് നല്ല താരങ്ങളെ മുംബൈക്ക് വിളിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മികച്ച ഓപ്ഷൻ സ്ട്രാറ്റജി തന്നെയായിരുന്നു മുംബൈ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.